ഹായ് ഓൾ. പാരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂള് ഓപ്പൺ ചെയ്യാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയുടെ വേർഡ് റൗട്ടുകൾ കൊണ്ട് പലതരത്തിലുള്ള ഇത്തരം വീഡിയോസ് കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയെന്ന് എനിക്കറിയാം. എന്നാലും എന്തെങ്കിലും ഒരു യുണീക്ക്നെസ് ഞാൻ പറയുന്നതിലുണ്ടെങ്കിൽ അംഗീകരിക്കാം. നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. എൻ്റെ കയ്യിൽ 2 കത്തുകളുണ്ട്. അതിനൊരു മിസ്റ്റിസിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട്, കോൺഫിഡൻഷ്യലിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനത് വായിക്കാം. പക്ഷെ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്, ബട്ട് ഗ്രോത്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. കാരണം എല്ലാവരുടെയും ക്ലാസ്സുകൾ എന്തായാലും മാറും, അവരുടെ കൂട്ടുകാർ മാറും, കൂട്ടുകാരികൾ മാറും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ വിടാതെ മാറ്റും. ചിലർക്കെങ്കിലും സ്കൂള് മാറും, അച്ഛൻ്റെയും അമ്മയുടെയും ജോലി സ്ഥലങ്ങൾ മാറും. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന കത്ത്, എനിക്ക് ഈയിടെയായിട്ട് നിളയ്ക്ക് കത്തെഴുതുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് അയച്ച കത്താണ്. അതൊരാളിൻ്റെ കത്ത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾക്ക് എങ്ങനെയാണ് എന്നത് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ടീച്ചർ, sometime I feel lonely in my school. My friends always ignore me. My words would not be heeded or listened. I cannot say no to no one. Sometimes, even though it's not, I think my friends are more better and good than me. I cannot focus on studies because of this. I will overthink all the time. I'm an overthinking too much. I need good friends and friends which protect me a lot than my mother and father. Previous school, I had a wonderful friend and he is not with me now. I am lonely. I feel to die. But we managed this boy child. ഇത് നമ്മുടെ കുട്ടികൾക്ക് നിരന്തരമായിട്ടുണ്ടാവും. ഞങ്ങൾ ഈ കുഞ്ഞിന് കത്ത് തിരികെ അയച്ചു. അത് അയച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത്, പഴയ കുഞ്ഞുങ്ങളെ നമ്മൾ ഫ്രണ്ട്സിനെ മിസ് ചെയ്താലോ, ക്ലാസ് മാറിയാലോ, ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് മാറിയാലോ, നിങ്ങൾ കഴിഞ്ഞ വർഷം ഗിഫ്റ്റ് കൊടുത്ത ടീച്ചേഴ്സ് മാറിയാലോ, നിങ്ങൾക്ക് ഒരുപാട് ക്യൂട്ടായിട്ട് സംസാരിക്കുന്ന ടീച്ചേഴ്സ് മാറിയാലോ, നിങ്ങളുടെ കുട്ടിയെ സ്വന്തം കുഞ്ഞിനെ പോലെ പരിപാലിക്കുന്ന ടീച്ചേഴ്സ് മാറിയാലോ ഒക്കെ വേദന ഉണ്ടാവുന്ന നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ. സോ വി ക്യാൻ ഡിസ്കസ് ഫർദർ ഹൗ ടു മാനേജ് ദ ചേഞ്ചസ് ടു അവർ ലിറ്റിൽ ചിൽഡ്രൻ. കൂട്ടുകാരെ മിസ് ചെയ്യുന്നവർ കരഞ്ഞു പറയുമ്പോൾ എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് എന്ത് ചെയ്തുകൂടാ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡൂസ് ആൻഡ് ഡോൺസ്. ഡോൺസ് എന്താണെന്ന് നോക്കാം. ഒന്ന്, ഈ സ്കൂൾ അല്ലേലും പൊട്ടയാണ്, പറഞ്ഞാൽ കേൾക്കാത്തൊരു പ്രിൻസിപ്പാളാണ്, ടീച്ചേഴ്സ് ഒന്നും കേൾക്കുന്നില്ല, സ്കൂള് വിടണ്ടായിരുന്നു തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റുക. കുറച്ച് ടഫായിട്ടുള്ള ടീച്ചേഴ്സും നോ പറയുന്ന ടീച്ചേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ നന്നായി എംപവർ ചെയ്യുമെന്ന് വിചാരിക്കുക. അധ്യാപകരെ തള്ളിപ്പറയാതിരിക്കുക. ചീത്ത കുട്ടി, നല്ല കുട്ടി, ആ കുട്ടി, ഈ കുട്ടി എന്ന് പറയാതിരിക്കുക. ചീത്ത കുട്ടി, നല്ല കുട്ടി എന്നുള്ളതില്ല. നമ്മളിപ്പോൾ ബാഡ് ബിഹേവിയർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ചീത്തക്കുട്ടിയെങ്കിൽ അങ്ങനെയല്ല. അതിപ്പോൾ തൽക്കാലം പറയാതിരിക്കുക. സ്കൂളിൽ പോയിട്ട് പരാതിയും എഴുത്തും കൊണ്ടുപോയി സ്കൂൾ തുറക്കുന്ന ജൂൺ തൊട്ട് എനിക്ക് നേരിട്ടറിയാം ഒരുപാട് മികച്ച അധ്യാപകരുള്ള സ്കൂളുകൾ, പ്രിൻസിപ്പൽമാർ, ഒത്തിരി നല്ല സുഹൃത്തുക്കളുള്ള സ്കൂളുകൾ എനിക്കുണ്ട്. അവരൊക്കെ പറയാറുണ്ട്, സലീന ജൂൺ ജൂലൈയിൽ വിളിക്കരുതേ, ആകെ സ്ട്രഗിൾഡാണ് എന്ന് പറയാറുണ്ട്. അവർ കുറച്ച് സമാധാനത്തോടു കൂടി പെരുമാറി വെയിറ്റ് ചെയ്യുക. ഈ ടൈമിനായി വെയിറ്റ് ചെയ്യുക. സങ്കടപ്പെടാതിരിക്കുക. പേപ്പറും എഴുതിക്കൊണ്ട് സ്കൂളും ക്ലാസ്സും മാറ്റാൻ പോവാതിരിക്കുക. കാരണം ഒരു അറ്റൻഡൻസ് ആകണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. ഷഫിൾ ചെയ്യുന്നു, കുട്ടിയുടെ അനക്ഡോട്ട് റെക്കോർഡ് നോക്കുന്നു, കേസ് സ്റ്റഡി നോക്കുന്നു, സൈക്കോളജിക്കൽ അനാലിസിസ് നോക്കുന്നു, പെർഫോമൻസ് നോക്കുന്നു, ആ ടീച്ചർ ഏത് വിഷയത്തിൽ പെർഫോമൻസ് നോക്കുന്നു. അങ്ങനെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ബേസിസിലാണ് ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ പേരിടുന്നത്. നമ്മൾ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് പോയിട്ട് ആ പേര് മാറ്റണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്കത് വലിയ ഇമോഷൻ ആണെങ്കിൽ പോലും ഒരു സ്കൂളിൻ്റെ ഒരു സിസ്റ്റത്തിന് അത് ഭയങ്കര തകരാറുണ്ടാക്കും. അതുകൊണ്ട് ആ ചേഞ്ചിനെ ബ്യൂട്ടിഫുള്ളായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിലേക്കായി ഒരു റെക്കമെൻഡേഷനുമായിട്ട് പോവാതിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേൾക്കാതിരിക്കരുത്. മക്കൾ പറയുന്ന സങ്കടങ്ങളെല്ലാം തികച്ചും കേൾക്കുക. എന്നിട്ട് നമുക്ക് എന്ത് വീട്ടിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം.
നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ മാറിപ്പോയതിലും നിങ്ങൾക്ക് മിസ്സായി പോയിട്ട് പിന്നെയും ഫോട്ടോഗ്രാഫ് എഴുതിയിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ, അതെല്ലാം പറഞ്ഞു കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് മാറി അച്ഛനിക്കും അമ്മയ്ക്കും അതെല്ലാം പ്രശ്നങ്ങളൊക്കെ മാറി നമ്മളതൊക്കെ കാണാൻ പറ്റും. നമുക്ക് വാട്സപ്പ് കോൾ വിളിക്കാം, വീഡിയോ കോൾ വിളിക്കാം, നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുക. 2, പൂർണ്ണമായ രീതിയിൽ അവഗണിക്കാതെ അവർക്ക് ചില ടിപ്സ് കൊടുക്കുക, കാമിങ് ടിപ്സ് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് എങ്കിൽ ചിലയിടത്തെങ്കിലും എൻ്റെ ക്ലയൻസിനോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴേക്കും അച്ഛൻ്റെ അമ്മയുടെയും ഒരു ഷോർട്ട് മെസ്സേജ് ടിഫിനിൽ വെച്ചേക്കുക. അതിലെഴുതുക, ഈ ഒരു ഷോർട്ട് മെസ്സേജ് കൂട്ടുകാരന് കൊടുക്കാൻ എഴുതുക. ചിലപ്പോൾ ഇതൊക്കെ അബ്നോർമലായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഈ ലഞ്ച് ബോക്സ് വെയിറ്റ് ചെയ്ത് പോകാറുണ്ട്. കുട്ടികൾക്ക് കത്തെഴുതുക, കൂട്ടുകാരനൊരു കത്തെഴുതുക, അപ്പുറത്തെ ക്ലാസ്സിലെ കൂട്ടുകാരന് കുട്ടി ഗിഫ്റ്റ് ഒരു പേനയോ പെൻസിലോ ഒക്കെ കൊടുത്തയക്കാൻ പറയുക, ക്ലാസ് ടീച്ചറോട് അവനെ കാണാനുള്ള അനുവാദം കൊടുക്കണമെന്ന് പറയുക, കുറച്ച് സമയം സംസാരിക്കാനുള്ള അനുവാദം കൊടുക്കണമെന്ന് പറയുക. ആദ്യത്തെ ഒരു 2-3 ആഴ്ചകളിലായിട്ട് സ്കൂളിൽ ഇങ്ങനത്തെ വിഷയങ്ങളുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊരു ചേഞ്ച് ബിഹേവിയറിനുള്ള ട്രെയിനിങ് സെഷൻസ് കൊടുക്കാനായി സ്കൂളിനോട് റിക്വസ്റ്റ് ചെയ്യുക. അത്തരത്തിൽ ചില വിഷയങ്ങൾ വന്നാൽ തന്നെയും അത് കൃത്യമായി മാറാനുള്ള സംവിധാനങ്ങൾക്കുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുക തുടങ്ങി ഒരുപാട് സംവിധാനങ്ങളിലൂടെ അവരെ സമാധാനപ്പെടും. നമുക്കൊരു 10 അഡാപ്റ്റീവ് ഇമോഷണൽ ടൂൾസ് ഈ കത്തിൻ്റെ ബേസിസിലും കൂടെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത് നിങ്ങളിലേക്ക് തരുകയാണ്. നിങ്ങളിത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ചെയ്തു നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസേഴ്സ്, അതിൻ്റെ കണ്ടൻറ്റുകളും ഞാൻ നിങ്ങൾക്ക് തിരികെ ഇട്ടേക്കാം. ടീം അത് കൃത്യമായ റിസർച്ച് ടീമുണ്ട്, അത് നിങ്ങൾക്ക് നൽകും. 10 ടിപ്സാണ് അല്ലെങ്കിൽ 10 ഇമോഷൻ ടൂൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൂൾ നമ്പർ 1, ജോൺ ഗോട്ട്മാൻ്റെ ഇമോഷൻ റിലീഫ് തിയറി ബേസ് ചെയ്തിട്ടുള്ള ഇമോഷൻ കാർഡ്സ്. നിങ്ങൾക്കൊക്കെ ഇതിന് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞുമക്കൾക്ക് സങ്കടം ഉണ്ടാകുന്ന ഏത് സമയത്തും ഒരു ജേണൽ പോലെ കുറച്ച് ഇമോഷൻ കാർഡ്സ് മേടിച്ച് കൊടുക്കുക. അത് എഴുതാൻ പറയുക, ലെറ്റർ നോട്ട്സ് എഴുതാൻ പറയുക. സൈക്കോളജിക്കലാണ്. ഇപ്പോൾ ഇമോഷൻ തോന്നുന്ന സമയം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഡിസ്ട്രാക്റ്റഡ് ആകാതെ അത് പതിയെ എഴുതുക. പ്രിയപ്പെട്ട സുഹൃത്തിനെ മിസ് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ ഞങ്ങൾക്ക് എഴുതി തന്നതുപോലെ ലെറ്റർ റൈറ്റ് ചെയ്യാൻ പറയുക, ഇമോഷൻ കാർഡ്സ് എഴുതാൻ പറയുക. സോ ഇമോഷൻ ടൂൾ നമ്പർ 1 ഈസ് ഇമോഷൻ കാർഡ്സ് റൈറ്റിംഗ്. ആ കുട്ടിയുടെ സാഡ്നെസ്, ഹാപ്പിനെസ് ഓർ എംപത്തറ്റിക്കൽ ഇഷ്യൂസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ദേ ക്യാൻ റൈറ്റ് ഇൻ ദിസ് ഇമോഷൻ കാർഡ്സ്. ബട്ട് വൺ തിങ്, എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നതിന് ശേഷം ആ കാർഡ്സ് അവരുടെ പെർമിഷനോടുകൂടി, അവരുടെ പ്രൈവസിയുടെ പെർമിഷനോടുകൂടി വായിച്ചതിന് ശേഷം അത് അവർ ചേർത്ത് വെച്ച് അത് ആ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ കൊടുക്കുകയോ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡ്സിലൂടെ എഴുതി വെന്റിലേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇമോഷണൽ ടൂൾസിൽ രണ്ടാമത്തേതാണ് പോളിവേഗൽ തിയറിയുടെ ബേസിസിൽ കാമിങ് ദ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ നമുക്ക് 5 ഗ്രൗണ്ടിങ് സിസ്റ്റത്തിലെ കാം ഡൗൺ ബ്രീത്തിങ് ടെക്നിക്സ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? മൂക്കിലൂടെ 5 കൗണ്ട് ചെയ്തുകൊണ്ട് ശ്വാസം ഇൻഹെയിൽ ചെയ്യുക, ദെൻ വായയിലൂടെ അത് എക്സെയിൽ ചെയ്യുക. ഇത് പോളിവേഗൽ തിയറി ബേസ് ചെയ്തിട്ടുള്ള ബ്രീത്തിങ് ഗ്രൗണ്ടിങ് സിസ്റ്റമാണ്. അത് ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ചിന്തിക്കുമായിരിക്കും, നല്ല ടെൻഷൻ അടിച്ച് കരഞ്ഞിരിക്കുന്ന കുട്ടീനോട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, ടിപ്പ് നമ്പർ 1, ഇമോഷണൽ ടൂൾ കാർഡ് സിസ്റ്റത്തിൽ എഴുതി കഴിയുമ്പോൾ കുറച്ച് കൂളാകും. അവർക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ടോക്കണെല്ലാം കൊടുത്ത് ഒന്ന് സംയോജിപ്പിച്ചതിന് ശേഷം നിങ്ങളും അവരും ഒരുമിച്ചൊരു മെഡിറ്റേഷനിലിരുന്നിട്ട് പതിയെ നമുക്ക് പോളിവേഗൽ സിസ്റ്റം, കാമിങ് ദ നെർവസ് സിസ്റ്റം എന്നുള്ള സംവിധാനം കുറച്ച് ലൈറ്റ് മൈൻഡ്ഫുൾ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. ഏത് ടൂളും പ്രാക്ടിക്കലാണ്, അഡാപ്റ്റീവാണ്. എപ്പോൾ നമ്മൾ കൂട്ടത്തോടെ കുട്ടികൾക്ക് ഒരു ഹോം സ്കൂളിംഗ് സിസ്റ്റത്തിൽ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും പോളിവേഗൽ തിയറി. മൂന്നാമത്തെ ഇമോഷണൽ ടൂളാണ് വറി ബോക്സ്. അതായത് നമ്മൾ വീട്ടിൽ ഒരു പോസ്റ്റ് ബോക്സ് പോലെ ഒരു കുഞ്ഞു ബോക്സോ ഒരു ജാറോ എടുത്തു വെക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളോട് അന്നുള്ള സങ്കടങ്ങളും അന്നുള്ള പ്രശ്നങ്ങളും
അടുത്ത ജൂൺ മാസം ഫുള്ളായിട്ടും ഒരു ചെറിയ കളർ സ്ലിപ്പ് പേപ്പറും ജേർണൽസൊക്കെ കൊടുത്തിട്ട് എഴുതാൻ പറയുക. Externalize their sadness into empathetic approach. That's what called CBT, Cognitive Behavioral Techniques-ലൂടെ നമ്മുടെ സങ്കടങ്ങളെ നമ്മൾ വെന്റിലേറ്റ് ചെയ്ത് എഴുതുകയും അത് നമ്മൾ ചുരുട്ടി ഒരു ബോക്സിനകത്തിട്ട് വയ്ക്കുകയും ചെയ്യുക. വീക്കെൻഡ് ആകുമ്പോഴേക്കും നേരത്തെ വരിക, അവർക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കുക, അവരുടെ കൂട്ടത്തിൽ കൂടുതലായിട്ട് ഇരിക്കുക, എന്നിട്ട് ഈ സാധനം അവരുടെ പെർമിഷനോട് കൂടി വായിക്കുക. വായിച്ചിട്ട് അവിടെ റിലീഫ് ചെയ്യുന്ന രീതിയിലേക്ക് കമൻറ്റ് കൊടുക്കുക. വായിക്കാതിരുന്നാലും പ്രശ്നമൊന്നുമില്ല. വെറി ബോക്സിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സാഡ്നെസ് റിലീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മുതിർന്നവർക്കാണെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡയറി എൻട്രി എന്ന് പറയുന്നത് പോലെ അല്ലാതെ ഒരു ജേർണലിംഗ് ലെഡ്ജറിലേക്ക് അത് എഴുതി പിടിപ്പിച്ചാൽ കുറച്ചുകൂടെ നമ്മൾക്ക് കുറയും. അത് CBT ടെക്നിക്കാണ്. സോ ഇമോഷണൽ ടൂൾ നമ്പർ 3 വറി ബോക്സ്. ഇമോഷണൽ ടൂൾ നമ്പർ 4 ഇമോഷണൽ ബഡി സിസ്റ്റം. ഇതൊക്കെ നമ്മൾ കൊടുത്തൊരു പേരാണ്, പക്ഷേ സോഷ്യൽ എൻഹാൻസ്മെൻറ്റ് തിയറിയാണത്. അതായത് സോഷ്യൽ തിയറീനെ ബേസ് ചെയ്തുകൊണ്ട് ഈ കൂട്ടുകാരായിരുന്നവർ ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവുമല്ലോ അടുത്ത ക്ലാസ്സിലേക്ക്. അത് ആഴ്ചയിൽ ഒരു ദിവസം വീക്കെൻഡിൽ സാറ്റർഡേയോ സൺഡേയോ നമ്മളെ വീട്ടിലേക്ക് വിളിപ്പിക്കുക. അവിടെ കുറച്ച് കളിക്കാനും ഇൻഡോർ ഗെയിംസ് കളിക്കാനും ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാനും നല്ല ഫുഡ് കഴിക്കാനും കുറച്ച് ജോവിയലായിട്ട് വായിക്കാനും ഇരിക്കാനും ഒക്കെ ഫ്രീഡം കൊടുക്കുക. എന്നിട്ട് സോഷ്യൽ കണക്ഷൻസും പിയർ സപ്പോർട്ട് സിസ്റ്റവും കൂട്ടുന്ന ഒരു ബഡി സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ദിസ് ഈസ് വാട്ട് tool number 4 emotional buddy system. Tool number 5 is the art therapy, the integrated therapy AIL method. Art integrated learning method എന്ന് പറയുന്നത് പോലെ ഒരു ഡൂഡിൽ ടൈം, ഒരു ഡൂഡിൽ കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു പേപ്പർ കൊടുക്കുക, നല്ല ഇഷ്ടമുള്ള കളർ പെൻസിൽസൊക്കെ കൊടുക്കുക. കരച്ചിലൊക്കെ മാറ്റിയതിന് ശേഷം മൈൻഡിൽ എന്തുണ്ടോ അത് വരയ്ക്കാൻ പറയാം. പല കുട്ടികൾക്കും വരയ്ക്കാനുള്ള കഴിവില്ല എങ്കിൽ ഡൂഡിൽ പിക്ചറൈസ് ചെയ്ത ഡൂഡിൽ കിട്ടും, അത് കളർ ചെയ്യാൻ പറയുക. നിങ്ങളത് കൊടുത്തിട്ട് നിങ്ങൾ മൊബൈൽ ഫോണും കൊണ്ട് പോകാൻ പാടില്ല. നിങ്ങളുടെ അതിൻ്റെ അടുത്തിരുന്നിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാനും ഡിഫറെൻറ്റ് കളർ കൊടുക്കാനും ഇമോഷണൽ കളേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനും നിങ്ങൾ പഠിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലായിടവും കൗൺസിലേഴ്സിൻ്റെ അടുത്തും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും ഒന്നും കൊണ്ടുപോകേണ്ടതില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഇത്തരം സംവിധാനങ്ങൾക്കെല്ലാം പണ്ട് നമ്മളെ വീട്ടിൽ തറവാട്ടിൽ ഒത്തിരി മുതിർന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പോഴവരില്ലാത്തത് കൊണ്ട് തന്നെ മടിയിലേക്ക് കിടത്തി തലോടാൻ ആളില്ലാത്തത് കൊണ്ടൊക്കെയാണ് ഇത്തരം വലിയ തിയറികളൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് എന്ന് കൂടെ അറിയുക. സോ ഡൂഡിൽ ടൈം ഈസ് ടൂൾ നമ്പർ 5. ഇമോഷണൽ ടൂൾ നമ്പർ 6 ഈസ് ദാറ്റ് നെയിം ഇറ്റ് ആൻഡ് ടേം ഇറ്റ് ടെക്നിക്സ്. നെയിം ഇറ്റ്, ടേം ഇറ്റ് techniques. Neuroscience based labeling emotions. I am so sad because I miss my girlfriend. I am so sad because എനിക്ക് എൻ്റെ ടീച്ചറെ ഇന്ന് കാണാൻ പറ്റിയില്ല. I am so sad because എനിക്ക് ലഞ്ച് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. I am so sad or I am so angry because this. I am so happy because this. ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് വീട്ടിൽ വന്നിട്ട് ഇമോഷൻസിനെ ലേബിൾ ചെയ്യാൻ പഠിപ്പിക്കുക. I am awesome because why? I am amazing because why? I am so sad because why? നമ്മുടെ കുട്ടികൾ ഇത് നെയിം ചെയ്യണം. അപ്പോൾ അവർക്ക് ഇടുന്ന കുറേ ഇമോഷണൽ ടൂൾസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഇരിക്കണം, എഴുതാൻ പറയണം. നമ്മൾ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകൾക്ക് വേണ്ടി പലതും നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുണ്ടല്ലോ. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ഒരു ലൈഫ് സ്കില്ലിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഘടകമായി ഈ ഇമോഷണൽ ടൂളിനെ കാണുക. ഒരു വിഷമം വന്നാൽ പല കുട്ടികളും പറയാറുണ്ട്, ഈ കത്തുകളൊക്കെ എൻ്റെ മുമ്പിൽ 2 കത്തുകളുണ്ട്. ഞങ്ങൾക്ക് ലാസ്റ്റ് വീക്കിൽ കിട്ടിയ 2 കത്തുകളും നമ്മൾ കുഞ്ഞുങ്ങളോട് അവരുടെ ഇമോഷൻസ് എഴുതാൻ പറഞ്ഞപ്പോൾ എഴുതിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ല ടീച്ചർ, അത് നടക്കൂല, ഞങ്ങൾ എഴുതൂല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറയും, വിഷയങ്ങൾ പറയും. ബട്ട് ഡോണ്ട് അലോ ദം, ദേ ക്യാൻ റൈറ്റ്, ദേ ക്യാൻ എക്സ്പ്രസ്. സോ ഇമോഷൻ ലേബിളിംഗ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ 6, ടേം ഇറ്റ് ആൻഡ് നെയിം ഇറ്റ്, ഓർ നെയിം ഇറ്റ് ആൻഡ് ടേം ഇറ്റ്. 7th ഇമോഷണൽ ടൂളാണ് സെൻസറി ഇൻറ്റഗ്രേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അവരുടെ വീട്ടിൽ, സാധാരണ പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടാവും,
സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ ഒരു ബോക്സ്, സെൻസറി ഇൻ്റഗ്രേഷന്. ചിലപ്പോൾ അവരുടെ കുട്ടിപ്പാവകളും ചെറിയ ചെറിയ ഡൂഡിൽസും വളരെ ചെറിയ സ്റ്റിക്കേഴ്സ്, സ്മൈലി സ്റ്റിക്കേഴ്സ്, ജേണൽ പോയിൻറ്റ്സ്, നല്ല ഭംഗിയുള്ള, ഞാൻ ഈ സ്റ്റേഷനറി വാങ്ങാൻ പോകുമ്പോൾ കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കാറുണ്ട്. പെൺകുട്ടികൾ കൂടുതലും ഇത്തരം സാധനങ്ങൾ കൂടുതൽ വാങ്ങി വെക്കാറുണ്ട്. ഇതൊരു നല്ല ഐഡിയേഷൻ തന്നെയാണ്. കുട്ടികൾക്ക് ഒരു ഇമോഷൻ റെഗുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷൻ ബോക്സ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന കത്ത്, നിങ്ങൾ ആദ്യമായിട്ട് എഴുതി കൊടുത്ത വാചകങ്ങൾ, അവരുടെ ഫ്രണ്ട് അവർക്ക് കൊടുത്ത ചില സാധനങ്ങൾ, അവർക്ക് എപ്പോഴും ഓർമ്മയിലെടുത്ത് വെച്ച് അടുക്കി പെറുക്കി വെക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ, അവർ ഈ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ക്ലാസ് മാറിപ്പോയ ഒരു ഫ്രണ്ട് അവർക്ക് കൊടുത്ത ഗിഫ്റ്റുകൾ സൂക്ഷിച്ചു വെക്കാനോ, ആ ഫ്രണ്ടിന് ഇവർ അങ്ങോട്ട് കൊടുത്തതിൻ്റെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനോ പറ്റുന്ന ഒരു ഇമോഷണൽ ടൂൾ കിറ്റ്. ദാറ്റ് ഈസ് ദ ടൂൾ നമ്പർ 7. ബന്ധുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി പലപ്പോഴായിട്ട് നമ്മുടെ സെഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു റോൾ പ്ലേ മെത്തേഡിൽ തങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഒരു തിയേറ്റർ ആർട്സിലൊക്കെ ഒത്തിരിയും അധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്കറിയാമെങ്കിലും നമ്മൾ പലപ്പോഴും മെനക്കേടുകൾ കൊണ്ട് മാറ്റിവെക്കരുത്. ഞങ്ങൾ മാത്രമല്ല ഇത് ചെയ്യേണ്ടത്, നിങ്ങൾ പാരൻസും ടീച്ചേഴ്സിനും ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഒരു കുട്ടിക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ ഒരു റോൾ പ്ലേ, ഒരു ഡിബേറ്റ് റോൾ പ്ലേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ റോൾ പ്ലേ ഒന്ന് എഴുതാനായിട്ട് ആയിക്കോട്ടെ, പ്രാക്ടീസ് കൊടുത്താൽ ബന്ധുരയുടെ തിയറി പ്രകാരം ഒരുപാടധികം ഇമോഷൻസ് വെന്റിലേറ്റ് ചെയ്യപ്പെടും. ഞങ്ങളതിനെ നറേറ്റീവ് ടെക്നിക്സിലൂടെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു പാരൻസ് പറയുന്നതിനെക്കാട്ടിലും ബൈസ്റ്റാൻഡർ പറയുന്നതിനെക്കാട്ടിലും ഞങ്ങളുടെ മെൻറ്ററിങ് ഡെസ്കിൽ ഞങ്ങൾക്ക് ഒത്തിരിയും സപ്പോർട്ടീവായിട്ടുണ്ട് സോഷ്യൽ ലേണിംഗ് തിയറി. സോ ടിപ്പ് നമ്പർ 8 ഓർ ഇമോഷൻ ടൂൾ നമ്പർ 8, social learning theory, role play methods. Next tool number 9 is decision making. എക്സിക്യൂഷൻ പ്ലാനിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. വി ഹാവ് ടു ജസ്റ്റ് ഇൻട്രസ്റ്റ് ദം, സ്റ്റോപ്പ്, കാം, തിങ്ക്. ഫസ്റ്റ് അവരിങ്ങനെ കരഞ്ഞു വിളിച്ചേ വരും സ്കൂൾ വിട്ടിട്ട്. പല പാരൻസിനും ഞാനീ പറയുന്നത് ഒരു പക്ഷേ പുതിയതായിട്ടോ മറ്റെന്തെങ്കിലും തോന്നുമായിരിക്കും, പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾ അവർക്ക് ശേഷം വരികയോ ഫോണിൽ വിളിക്കുകയോ, വർക്കിംഗ് പാരൻസ് ആണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ സ്റ്റോപ്പ്, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അമ്മ കുറച്ച് കാര്യങ്ങൾ ചെയ്തൊരു കോഫി ഇട്ടിട്ട് വരാമെന്ന് നമുക്ക് പറയുക. ദെൻ കാം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും നിങ്ങളുടെ അഫിനിറ്റി കൊണ്ടും അവർ വരുന്ന ഒരു സിറ്റുവേഷനെ കാമാക്കുക. ദെൻ തിങ്ക് ആൻഡ് സ്പീക്ക്. ഇത് വളരെയധികം CBT, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു CBT ടെക്നിക്കാണ്, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ഒരു റൂൾ നമ്പർ 9 ആയിട്ട് യൂസ് ചെയ്താൽ അവന്ന് കാം ചെയ്ത് ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് കുറച്ചുകൂടെ വെന്റിലേറ്റ് ചെയ്യുന്ന സംവിധാനം ആകുമ്പം ആ ഒരു ഗ്രിവൻസ്, സാഡ്നെസ്സിൻ്റെ എല്ലാം ഒരു ശക്തി കുറഞ്ഞ് നിങ്ങളുടെ അണ്ടർ കൺട്രോളിലേക്ക് വന്ന് പതിയെ പതിയെ അത് നിർത്തലാകാൻ സാധ്യതയുണ്ട്. സെലിഗ്മാൻ്റെ പോസിറ്റീവ് സൈക്കോളജിയുടെയും നെഫിൻ്റെ ഒരു കമ്പാഷൻ ടെക്നിക്സിനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന 10ാമത്തെ ഒരു ഇമോഷൻ കാർഡാണ്, അല്ലെങ്കിൽ ഇമോഷൻ ടൂളാണ് അഫർമേഷൻ കാർഡ്സ്. ഓക്കെ ടു ക്രൈ, ഐ എം ഓക്കെ ടു ക്രൈ, ഐ എം ഓക്കെ ടു ഫീൽ ബാഡ്, ഐ എം ഓക്കെ ടു ലൂസ് മൈ ഫ്രണ്ട്, ഐ എം ഓക്കെ ടു ഫെയിൽ, ഐ എം ഓക്കെ ടു ലൂസ് മൈ ഫേവറേറ്റ് ടീച്ചർ, ഐ എം ഓക്കെ ടു ലൂസ് മൈസെൽഫ് സം ടൈം. ഇതെല്ലാം നല്ലതാണ്. സെലിഗ്മാൻ്റെ പോസിറ്റീവ് സൈക്കോളജിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഫെയില്യൂർ പ്ലാൻ ആണ് കുട്ടികൾക്ക് ആദ്യം കൊടുക്കേണ്ടത് എന്ന്. ഇത് എത്രത്തോളം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ എക്സ്പീരിയൻസ് എ ലോട്ട്. ഈവൻ ദോ സം ടൈം ഐ ഹാവ് ടു ആഡ് ദിസ് പോയിൻറ്റ്സ് ദാറ്റ് ഓക്കെ, നിങ്ങളെ കണ്ടാൽ ഇങ്ങനെയല്ലേ, നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങളെ കണ്ടാൽ അമ്മച്ചിയല്ലേ, വയസ്സെത്തിയല്ലേ, ഇങ്ങനത്തെയൊക്കെ ഒരു പോയിന്റ് വരുമ്പോൾ സെലിഗ്മാനൊക്കെ നന്നായി പഠിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അവരോട് വളരെയധികം തമാശയോടൊപ്പം ഞാൻ ചിരിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓക്കെ ടു ഇഗ്നോർ. ഇൻസൾട്ടഡ് ആകുന്നതിലൊന്നും തെറ്റില്ല, അതൊന്നും എന്നെ ബാധിക്കില്ല എന്നതിലേക്ക് നമ്മൾ എത്തിക്കാൻ ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിക്കോളൂ. ആരെങ്കിലും കളിയാക്കാൽ കരയാത്ത, ആരെങ്കിലുമൊക്കെ കുറേയധികം പുകഴ്ത്തിയാൽ അവരിലേക്ക് എത്തപ്പെടാത്ത, കുറേയധികം കെയറിങ് വേണമെന്ന് ബഹളം വെച്ച് യാചിക്കാത്ത, ഐ എം ഓക്കെ ടു ഫെയിൽ, ഐ എം ഓക്കെ ടു ഇഗ്നോർ, ഐ എം ഓക്കെ ടു ബി ഇൻസൾട്ടഡ്, ഐ എം ഓക്കെ ടു ട്രീറ്റ് ലൈക്ക് ദിസ്, ഐ എം ഓക്കെ ടു ക്രൈ, ഐ എം ഓക്കെ ടു ബി പെയിൻഫുൾ, ഐ എം ഓക്കെ ഫോർ എനിത്തിങ് എൽസ്.
ബിക്കോസ് ഐ ആം വെരി സ്ട്രോങ് എന്ന രീതിയിലേക്ക് കുട്ടികളെ ഉയർത്താൻ പറ്റുന്ന ഇമോഷണൽ ടൂൾസും കൂടെ ഇത്തരം പഠനങ്ങളിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ. അതിന് നില സ്കൂൾ ഓഫ് ഹാപ്പിനെസ്സിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. താങ്ക് യു സോ മച്ച്, സെലീന.